കാൽമുട്ടിന് വേദന, നീര്, നടക്കാൻ പറ്റുന്നില്ല, ഈ മരുന്ന് കഴിച്ചിട്ട് ഇത് സ്റ്റെറോയിഡാണ്. പൊന്നാനി പോലൊരു സ്ഥലത്ത്, ഒരു മലപ്പുറം പോലൊരു സ്ഥലത്ത് നമ്മൾ ഈ സ്റ്റെറോയിഡും കൂടെ, അത് ഓൾറെഡി സ്റ്റെറോയിഡ് എടുത്തിട്ടുണ്ട്, അതിൻ്റെ സൈഡ് ഇഫക്റ്റ് ആയിട്ടാണ് ഇത് കിട്ടിയിട്ടുള്ളത്. അത് പോരാത്തതിന് വീണ്ടും നമ്മൾ സ്റ്റെറോയിഡ് എടുക്കുമ്പോൾ ഏർക്കണവേ, അതായത് ആദ്യമേ പെണ്ണത്തം ഉണ്ടായിരുന്ന ഒരു ശരീരം അത് മറച്ചു വെച്ചുകൊണ്ട് ജീവിക്കേണ്ടി വരുന്ന ഒരു വ്യക്തി, കാരണം അധ്യാപകനായിട്ട് ജീവിക്കുമ്പോൾ അവിടെ പല രീതിയിലുള്ള റെസ്ട്രിക്ഷൻസ് വരുമല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ ഈ സ്റ്റെറോയിഡും കൂടെ എടുക്കാൻ തുടങ്ങിയപ്പോൾ വീണ്ടും ബ്രസ്റ്റ് ഗ്രോത്ത് വരാൻ തുടങ്ങി, മറ്റ് പല ചേഞ്ചസും വരാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ജോലി നിലനിൽക്കണം, ജോലി സ്ഥാപനത്തിൽ പുരുഷൻ്റെ വ്യവസ്ഥയിൽ കണ്ടിന്യൂ ചെയ്തേ പറ്റൂ. ആയുർവേദം തുടങ്ങി. ആയുർവേദം എന്ന് വെച്ചാൽ ഇവർ ആദ്യകാലത്തെ ആയുർവേദമാണ്, നമ്മുടെ ശരീരത്തെ ആയുർവേദത്തിലേക്ക് കൊണ്ടുവരുന്നൊരു പ്രോസസ്സാണ്. കഴിക്കുന്ന കഷായങ്ങളും അതും ഇതൊക്കെ ആയിരുന്നു. ആയുർവേദം മരുന്ന് 6 മാസം കഴിച്ചപ്പോഴേക്കും ഈ വയറിങ്ങനെ വന്ന് വലുതാകാൻ തുടങ്ങി. പ്രഗ്നൻ്റ് ആവാൻ ചാൻസസ് ഇല്ലല്ലോ. അങ്ങനെ ഡോക്ടറെ കാണിക്കുമ്പോൾ ഫാറ്റി ലിവറിൻ്റെ പ്രോബ്ലം ഉണ്ട്. തുടങ്ങിയിട്ട് കുറച്ചായി, നമ്മളിപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ ഫാറ്റി ലിവർ കാണുന്നു. ഫാറ്റി ലിവർ കാണുമ്പം അസോസിയേറ്റഡ് ആയിട്ട് ടെസ്റ്റ് നടത്തിയ സമയത്താണ് പ്രോട്ടീൻ പോകുന്ന പ്രശ്നം കിഡ്നിക്ക് ഉണ്ടെന്ന്. അപ്പോൾ ക്രിയാറ്റിൻ അന്ന് 6, 4, 7 അപ്പോൾ ഇത് ക്രിയാറ്റിൻ എന്താണെന്നൊന്നും നമുക്കൊന്നും അറിയില്ല, നമ്മുടെ സബ്ജക്റ്റ് അല്ലല്ലോ ഇതൊന്നും. ഇത് ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്നുള്ള രീതിയിലാണ് നമ്മളതിനെ കാണുന്നത്. അങ്ങനെ ഈ 2 ടെസ്റ്റ് കഴിയുമ്പോഴാണ് എന്നാൽ ഡയബറ്റീസ് ഒന്ന് നോക്കാമെന്ന് വെച്ച് നോക്കുമ്പോൾ അന്ന് 28ാമത്തെ വയസ്സിൽ എനിക്ക് ഡയബറ്റീസ് ഉണ്ടെന്നുള്ള കാര്യം അറിയുന്നത്. അത് അന്ന് കണ്ടുപിടിച്ചതാണോ അതിന് മുമ്പുണ്ടായതാണോ എന്നറിയില്ല. ഇതെന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ 47XXY ആണെന്നുള്ള കാര്യം അന്നൊന്നും അവരറിയുന്നില്ല. ഈ ട്രീറ്റ്മെൻറ്റ് എല്ലാം കഴിഞ്ഞ് എൻ്റെ ശരീരം കംപ്ലീറ്റ്ലി ഡീറ്റിയോറേറ്റഡായി ശേഷം 32ാമത്തെ വയസ്സിൽ മാത്രമാണ് കേരിയോടൈപ്പ് നടക്കുന്നത്. 16 വർഷത്തെ മെഡിക്കൽ ഇതായി പറയുന്ന 16 വർഷം ഞാൻ അനുഭവിച്ചത് എന്താ? ഞാൻ അനുഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ഡോക്ടേഴ്സിനെ കൃത്യമായി അറിയാൻ അവർക്ക് എല്ലാ വഴികളും ഉണ്ടായിരുന്നു, പക്ഷെ അവർ ചെയ്തില്ല. പാരൻസിനെ സംബന്ധിച്ച് സ്വന്തം മകൻ ശാന്തപൊട്ട് എന്ന രീതിയിൽ ആണും പെണ്ണും കെട്ടുന്ന രീതിയിൽ തല്ലുകൊണ്ട് ചാകണ്ടല്ലെന്ന് കരുതി അവർ മെഡിക്കൽ സയൻസിനെ അവരങ്ങ് പൂർണ്ണമായിട്ടും വിശ്വസിച്ചു. എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ? ഒന്നുമില്ല. ഞാൻ ഇന്ന് ഇത്രയും സ്ത്രീത്വത്തോടു കൂടി ഇരിക്കുന്നു, എൻ്റെ ശരീരത്തിൽ മെയിൽ ഹോർമോൺ ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? സമൂഹം പറയുമല്ലോ, നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾക്ക് പെണ്ണാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആണാകാനുള്ള ഹോർമോൺ ചെയ്ത ഒരാളാണ് ഞാൻ. ആൺവ്യവസ്ഥയിൽ നിലനിൽക്കാൻ വേണ്ടി സമൂഹം പറയുന്ന, വീട്ടുകാരെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എല്ലാം ചെയ്ത ഒരാളാണ് ഞാൻ. എല്ലാം ചെയ്ത ഒരാളാണ് ഞാൻ. ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നത് ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഞാൻ എന്നേ ചത്തുപോയേനെ, എന്നേ ആത്മഹത്യ ചെയ്തേനെ. ജീവിതത്തിൽ ജീവിക്കുമ്പോൾ പറഞ്ഞു, നിങ്ങൾ പെണ്ണാണ്, നിങ്ങളുടെ ശബ്ദം പെണ്ണാണ്, നിങ്ങൾ നടക്കുമ്പോൾ പെണ്ണാണ്, നിങ്ങൾ സംസാരിക്കുമ്പോൾ പെണ്ണാണെന്ന്. ലിംഗമാറ്റ ശസ്ത്രക്രിയ ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇതേ മല്ലിക ഇവിടെ ഒരു മീശ കാണുന്നു, ഇവിടെ ഒരു താടി കാണുന്നു, നിങ്ങളുടെ കയ്യിലൊക്കെ രോമം, നിങ്ങൾ ശരിക്കും ആണല്ലേ? ഈ സമൂഹത്തോട് എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ, നേത്രാവതി എക്സ്പ്രസ് കൃത്യസമയത്ത് ഓടുന്നുണ്ട്, പോയി തല വയ്ക്കുക, ചാകുക. കാരണം നിങ്ങളാരുമല്ല എൻ്റെ ശരീരത്തിലെ, അല്ലെങ്കിൽ എൻ്റെ പോലെയുള്ള മനുഷ്യരുടെ ശരീരത്തിൻ്റെ അകത്തെ വൈവിധ്യങ്ങളെ തീരുമാനിക്കുന്നത്. വിവാഹം കഴിച്ചവരോടാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ വിവാഹം കഴിച്ചോ കഴിച്ചില്ല എന്ന് ചോദിക്കാൻ പാടില്ല. പക്ഷേ ആദ്യമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് നിങ്ങൾ സ്ത്രീ പുരുഷന്മാർ ആദ്യ രാത്രി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫസ്റ്റ് ഡേറ്റോ എന്തോ ആയിക്കോട്ടെ, ഒരു മേശയ്ക്ക് അപ്പുറവും ഇപ്പുറവും ഇരുന്നു കൊണ്ട് ഇന്ന് ഏത് ക്രോമസോമായിരിക്കും സംഗമിക്കാൻ പോകുക എന്ന് ആലോചിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും വേവലാതിപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ വേവലാതിപ്പെടാത്ത അത്രയും കാലം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വ്യത്യസ്ത ക്രോമസോമുകളോടുകൂടി ജനിക്കുന്ന കുട്ടികൾക്കും ഈ ലോകത്ത് ജീവിക്കാനുള്ള അവകാശം ഉണ്ടെന്നാണ്. ഈ കാക്കയുടെ കൂട്ടിൽ കുയിൽ വന്ന് മുട്ടയിട്ടിട്ട് കുറേ കഴിയുമ്പോഴാണ് കാക്കയ്ക്ക് മനസ്സിലാവാതെ കാക്കയുടെ കുഞ്ഞല്ല എന്ന്. അതുപോലെയും
ചില ഇൻ്റർസെക്സ് മനുഷ്യർ, ഞാൻ അതിൻ്റെ എന്താ പറയുക പിതൃത്വമോ അല്ലെങ്കിൽ അതിൻ്റെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടോ അല്ല പറയുന്നത്. കാക്ക കാക്കയുടെ കുഞ്ഞാണ്, ആണിൻ്റെ കുഞ്ഞാണ്, ആണായിട്ട് തന്നെ വളരുമെന്ന് വിചാരിച്ച് വളർത്തുകയാണ്. ഒരു കാലഘട്ടം കഴിയുമ്പോഴായിരിക്കാം ആ വ്യക്തിയിലെ ബയോളജിക്കലായിട്ടുള്ള ചേഞ്ചസ് സംഭവിക്കുന്നത്. ചിലർ തിരിച്ചറിയുന്നു, ചിലർ ജീവിതകാലം അത്രയും അവർ വൈവിധ്യങ്ങളോടുകൂടി ജനിച്ചവരാണെന്ന് തിരിച്ചറിയാതെ മരിച്ചുപോയ എത്രയോ മനുഷ്യരുണ്ട് നമ്മുടെ നാട്ടിൽ, ഇത് എക്സ്പ്രസ് ചെയ്യാൻ കഴിയാതെ. ഞാൻ ചെയ്തൊരൊറ്റ തെറ്റെന്ന് പറയുന്നത്, ഈ പ്രൊഫഷണൽ വേൾഡിനോട് ഞാൻ പറയുന്നത്, ഞാൻ എൻ്റെ സ്വത്വം തുറന്നു പറഞ്ഞ് അന്തസ്സോടെയാണ് ജീവിക്കുന്നത്. ഒരു ജോലിയുടെ ഇൻ്റർവ്യൂവിന് വരുമ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളൊക്കെ എന്തിന് ജോലിക്ക് വരുന്നു? നിങ്ങൾ ട്രാൻസ്ജെൻഡർ സമൂഹത്തെ പോയി ഉദ്ധരിപ്പിക്കൂ എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ അസ്തിത്വം തുറന്നു പറഞ്ഞ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഈ പ്രൊഫഷണൽ ഇൻഡസ്ട്രിയുടെ പുറത്ത് നിൽക്കുന്നത്. അല്ലാതെ എന്താ ഞാൻ ചെയ്തത്? റാങ്കോടെ ഞാൻ ഡിഗ്രി പാസ്സായി. ഹോർമോൺ തെറാപ്പി നടക്കുന്ന കാലത്ത് എനിക്ക് സ്പെഷ്യൽ ട്യൂഷൻസ് ആയിരുന്നു എൻ്റെ അധ്യാപകർ എൻ്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് എനിക്ക് വേണ്ടി നടത്തിയത്. ഞാൻ തൃശ്ശൂർ സെയിൻറ്റ് തോമസ് കോളേജിലാണ് പഠിച്ചത്. കേന്ദ്രീയ വിദ്യാലയം കഴിഞ്ഞ് തൃശ്ശൂർ സെയിൻറ്റ് തോമസ് കോളേജിൽ ആൺപിള്ളേർ മാത്രമുള്ള കോളേജിലാണ് ഞാൻ പഠിച്ചത്. മാനസികമായി ഞാൻ വളരെ സന്തോഷിച്ചിരുന്നു. മാനസികമായി എൻ്റെ സന്തോഷത്തിന് കൂടുതൽ സപ്പോർട്ട് ചെയ്തിരുന്നത് അവിടുത്തെ ആൺലോകം മാത്രമല്ലായിരുന്നു, അവിടുത്തെ ലൈബ്രറി. അതിഥി ദേവോ ഭവ എന്ന് നമ്മൾ പറയും, പക്ഷേ പുസ്തക ദേവോ ഭവ എന്ന് ഞാൻ പറയും, കാരണം അത്രത്തോളം ഇറ്റ് വാസ് എ വേഴ്സറ്റൈൽ ലൈബ്രറി. തൃശ്ശൂർ സെയിൻറ്റ് തോമസ് കോളേജ് ഇല്ലായിരുന്നുവെങ്കിൽ വിജയരാജ മല്ലിക എന്ന വ്യക്തിയിൽ നിന്ന് ഇത്രയും, ഒബ്വിയസ്ലി അത് കഴിഞ്ഞ് രാജഗിരി കോളേജ് സോഷ്യൽ സയൻസസിലെ മാസ്റ്റേഴ്സ് ചെയ്തു. പക്ഷേ അത് ബാക്ക് ബോൺ എന്നൊന്നും പറയാൻ പാടില്ല, കാരണം അതൊക്കെ ഇപ്പോൾ നട്ടൽ എന്ന വാക്കൊക്കെ പൊളിറ്റിക്കൽ ഇൻകറക്റ്റ്നെസ്സിൻ്റെ ഒക്കെ ഭാഗമാണ്, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ ഒക്കെ ഭാഗമാണ്. നട്ടൽ എന്ന വാക്ക് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ഞാനത് അങ്ങനെ പറയാൻ ആഗ്രഹമില്ല. മറിച്ച് ഞാൻ എന്ന ഒരു വ്യക്തിയെ എന്താ പറയുക ഉരുവാക്കിയത്, തമിഴിൽ പറഞ്ഞ് ഉരുവാക്കിയത് അവിടുന്നാണ്. ഞാൻ വന്നത് അവിടുന്നാണ്. ആ കോളേജിൽ നിന്ന് കിട്ടിയിട്ടുള്ള സപ്പോർട്ട്, കെയർ അതൊന്നും ചെറുതല്ല. അവർക്ക് വേണമെങ്കിൽ എന്നെ പൂർണ്ണമായിട്ട് ഇഗ്നോർ ചെയ്യാമായിരുന്നു. പക്ഷേ റാങ്ക് പ്രതീക്ഷയുള്ള 5 വിദ്യാർത്ഥികളിൽ ഒരാളായിരുന്നു ഞാൻ. എനിക്ക് റാങ്ക് കിട്ടുമെന്ന് സെക്കൻഡ് ഇയർ കഴിഞ്ഞപ്പോൾ അവരുടെ പ്രതീക്ഷ പോയി. കാരണം എനിക്ക് ഹോർമോണൽ ചേഞ്ചസ്, അത് ഈ തെറാപ്പി നടക്കുന്ന സമയത്ത് എനിക്ക് പലരോടും പ്രണയങ്ങൾ തോന്നിയിരുന്നു. പല പുരുഷന്മാരോടും അധ്യാപകരോടും ഒക്കെ പ്രണയം തോന്നിയിരുന്നു. ഫ്ലേർട്ട് ചെയ്യാൻ തോന്നിയിരുന്നു. ചെയ്തിട്ടില്ല, പക്ഷേ ഫ്ലേർട്ട് ചെയ്യാൻ തോന്നുമായിരുന്നു. പലതരത്തിലുള്ള ഒരു എന്താ പറയുക ബൊമ്പാർഡിങ് ഓഫ് ഫീമെയിൽ എക്സ്പ്രഷൻസ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ കെമിസ്ട്രിയിലെ ബൊമ്പാർഡിങ് ഓഫ് ആറ്റംസ് പഠിക്കുന്ന പോലെ കോണിപ്പടി കയറാൻ പറ്റില്ല. പക്ഷെ ഞാനെന്നും കിടന്നുറങ്ങുമ്പോൾ കാണുന്നൊരു സ്വപ്നം, ഒളിമ്പിക്സിൽ ഞാൻ ഓടുകയാണ്, ദീപശിഖ പിടിച്ച് ഞാൻ ഓടുകയാണ്. ഈ സ്വപ്നമാണ് എനിക്ക് വേദന വരുന്ന ദിവസങ്ങളിലൊക്കെ കാണുക. ഞാൻ ആ സൈഡ് എഫക്ട്സിനോടും എന്നെ ചികിത്സിച്ച ഡോക്ടേഴ്സിനോടും ഞാൻ താങ്ക് യു പറയുന്നു. കാരണം ഒരു സൈഡ് ഇഫക്റ്റ് സംഭവിക്കുമ്പോൾ ആ സൈഡ് ഇഫക്റ്റ് കൊണ്ട് എങ്ങനെ ജീവിതത്തിൽ കരകയറാമെന്ന് ഞാൻ പഠിച്ചു. ഇനി എന്നെ നിങ്ങൾ ഏത് കുഴി കൊണ്ടിട്ടാലും, ഇപ്പോൾ എനിക്ക് TB വന്നു, ട്യൂബർക്കുലോസിസ് വന്നു 2023 ഞാൻ ജീവിച്ചു പോകുന്നില്ലേ? അത് മുഴുവനും മറികടന്ന് ഞാനിങ്ങ് വന്നില്ലേ? വൈ? ബിക്കോസ് ഇതിനേക്കാൾ ഭക്ഷണം കഴിക്കാതെ ഇരുന്നിട്ടുണ്ട്. കാരണം തടി കൂടുന്നു. എന്ത് ചെയ്യും? ഈ ചില ഡോക്ടേഴ്സ് പറഞ്ഞ് പട്ടിണി കിടന്നു. ആഹാരം കാണുമ്പോൾ ആർത്തിയാണ്, കഴിക്കാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ 18 വയസ്സിലാക്കിയപ്പോഴത്തേക്കും ആമാശയൊക്കെ വളർന്നു. എൻ്റെ ശരീരം എനിക്ക് തന്നെ പിടികിട്ടാത്ത അവസ്ഥയിൽ വളർന്നു. ഉറങ്ങാതെ കിടന്നിട്ടുണ്ട്, ഭയന്ന് കിടന്നിട്ടുണ്ട്. ഈ ഭയം ഉണ്ടായത് എന്തുകൊണ്ടാണ്? വൈരുദ്ധ്യങ്ങൾ അത്രയേറെ ഇത് ആരോടെങ്കിലും പറയാനൊരാളുണ്ടോ? പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരാളുണ്ടോ? കൂടോത്രം ചെയ്യാമെന്ന് പറഞ്ഞ ഒരാളെ എനിക്ക് ഓർമ്മയുണ്ട്. എന്താ ഒരു മൊയിലിയാരെ കണ്ട് ഒരു ഏലസ് അരയിൽ കെട്ടിയാൽ അത് മാറുമെന്ന് പറഞ്ഞു. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് പറഞ്ഞു അത്രേ, സൂര്യ നമസ്കാരം ചെയ്യൂ, സൂര്യോദയം കണ്ടാൽ അത് മാറും, നോക്കിയെന്ന് പ്രാർത്ഥിച്ചാൽ അത് മാറും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ എല്ലാം ഒരു പുരുഷൻ ഒരു സമൂഹത്തിൽ എങ്ങനെ ആയിരിക്കണമോ ആ രീതിയിൽ സമൂഹത്തിന് വേണ്ടി ഞാൻ എന്താ പറയുക ആ രീതികളൊക്കെ ഞാൻ കടന്നു പോയിട്ടും ഞാൻ വീണ്ടും പെണ്ണാവുകയാണ് ചെയ്തത്. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, നേച്ചർ ഈസ് ഡിഫറെൻറ്റ്.
മറ്റൊന്ന് ഇച്ഛാശക്തി. ജീവിക്കാൻ ഉള്ള എല്ലാ സാഹചര്യങ്ങളും സമൂഹം കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിയിട്ടും ഞാൻ ഇന്ന് വളരെ സന്തോഷത്തോടെ വളരെ ബോൾഡായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ ഇച്ഛാശക്തി മാത്രമാണ്. നിങ്ങളൊക്കെ എന്തിന് ജീവിക്കുന്നു? നിങ്ങൾക്ക് അത് ചെയ്തൂടെ, ഇത് ചെയ്തൂടെ, നിങ്ങൾക്ക് ചത്തൂടെ എന്നൊക്കെ ചോദിക്കുന്നൊരു എന്ത് സ്കില്ലുണ്ട് നിങ്ങളുടെ അടുത്തെന്ന് ചോദിക്കുന്നവരുണ്ട്. ഞാൻ മലയാളം പഠിച്ചിട്ടില്ല, മലയാള ഭാഷ ഞാൻ പഠിച്ചിട്ടില്ല. ഇന്ന് മലയാള ഭാഷയിൽ 450ഓളം കവിതകൾ എൻ്റെ പേരിലുണ്ട്. അത് മനുഷ്യർ നൽകിയിട്ടുള്ള അനുഭവങ്ങൾ അടിസ്ഥാനമാക്കി ഞാൻ എഴുതിയിട്ടുള്ളതാണ്. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസസിലാണ് ഞാൻ എൻ്റെ MSW ചെയ്യുന്നത്. അതിന് മുൻപ് തൃശ്ശൂർ സെൻറ്റ് തോമസ് കോളേജിൽ നിന്ന് സെക്കൻഡ് റാങ്ക് ഒരു ഡിഗ്രി പാസ്സാകുന്നു. അപ്പോഴേക്കും പാരൻസ് വയനാട്ടിലേക്ക്, അമ്മയ്ക്ക് ട്രാൻസ്ഫറായിട്ട്, പ്രൊമോഷൻ വിത്ത് ട്രാൻസ്ഫർ വയനാട്ടിലേക്ക് പോകുന്നു ഹെഡ് മിസ്ട്രസ് ആയിട്ട്. അപ്പോൾ എൻ്റെ നാട്ടിൽ അവർക്ക് ഒറ്റയ്ക്ക് നിർത്താനുള്ളൊരു പ്രയാസം. സെൻറ്റ് തോമസ് കോളേജിൽ മെറിറ്റിൽ കിട്ടിയെങ്കിലും PGക്ക് ദേവഗിരി കോളേജിലാണ് പിന്നെ ഞാനൊരു ഇംഗ്ലീഷ് PG പെർസ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ അവിടെ ഞങ്ങളുടെ ക്ലാസ്സിൽ ആകെ കൂടി 11 പേരേ ഉള്ളൂ. അതിൽ 3 ബോയ്സ്, ബാക്കിയെല്ലാം ഗേൾസാണ്. അതിൽ തന്നെ ഒരു 8-9 ആളുകൾ എന്നെപ്പോലെ തന്നെ റാങ്ക് വാങ്ങി വന്നവരാണ്. അപ്പോൾ നമ്മുടെ ഇടയിലെല്ലാം ഈ പറഞ്ഞ പോലെ ഒരു ഇൻ്റലക്ച്വൽ ടോക്കും കാര്യങ്ങളൊക്കെയാണ് നടക്കുക അധികം. പിന്നെ ആ സമയത്ത് എനിക്ക് ട്രീറ്റ്മെൻ്റ് എല്ലാം അവസാനിക്കുന്നൊരു ഘട്ടമായിരുന്നു. ചാന്തുപൊട്ട് സിനിമ ആ സമയത്താണ് റിലീസാകുന്നത്. മാത്രമല്ല ഞാൻ ഹോസ്റ്റലിലാണ് ആ സമയത്ത് താമസിക്കുന്നത്. അപ്പോൾ ഈ ഹോസ്റ്റലിൽ പുരുഷന്മാരുടെ ഹോസ്റ്റലാണ്. അതാണ് സത്യത്തിൽ ഈ ലോകത്തിന് മനസ്സിലാകാത്തൊരു കാര്യം. പുരുഷന്മാരുടെ ഹോസ്റ്റലിനകത്ത് താമസിക്കുമ്പോൾ നമ്മൾ പുറത്ത് കാണുന്ന പുരുഷനെ അല്ലല്ലോ ഹോസ്റ്റൽ മുറികളുടെ അകത്ത് കാണുന്നത്. അപ്പോൾ പലപ്പോഴും പുരുഷൻ്റെ അർദ്ധനഗ്നമായ ശരീരം, പുരുഷൻ്റെ ആ ഒരു എന്താ പറയുക, പൗരുഷത്തെ ഏറ്റവും അധികം അവർ എക്സ്പ്ലോർ ചെയ്യുന്ന സ്ഥലങ്ങൾ കൂടിയാണ് ഇത്തരം ഇടങ്ങൾ. അപ്പം അവർ ചിലപ്പം വസ്ത്രം ധരിക്കും, പക്ഷേ സ്ത്രീയാണെങ്കിൽ നമ്മൾ മതാലസമായ വസ്ത്രം എന്നൊക്കെ പറയും, പക്ഷെ പുരുഷൻ അങ്ങനെ പറയുന്നൊന്നും കേട്ടിട്ടില്ല. ഹാഫ് നിക്കറും ഷർട്ടും ഒക്കെ. ഇപ്പം അതൊക്കെ ധരിച്ച് നടക്കുമ്പോൾ ഹോസ്റ്റലിനകത്ത് ജീവിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് എന്ന രീതിയിൽ, ഒരു PG സ്റ്റുഡൻ്റ് എന്ന രീതിയിൽ നിന്നപ്പുറത്തേക്ക് എന്നെ സംബന്ധിച്ചൊരു പെൺകുട്ടിയെ ഒരു ആണുങ്ങളുടെ ഒരു താവളത്തിൽ കൊണ്ടിട്ട പോലെയാണ് എനിക്ക് തോന്നാറ്. അപ്പം ഞാൻ പിൽക്കാലത്ത് പരാതിയൊക്കെ കേട്ടിട്ടുണ്ട്. അതായത് ഞാൻ വിജയരാജ മല്ലിക എന്ന പേരൊക്കെ സ്വീകരിച്ച് എനിക്കൊന്ന് കോട്ടയത്ത് ഒരു കോളേജിൽ സംസാരിക്കുമ്പോഴാണ് അവിടുത്തെ പ്രിൻസിപ്പളായിരുന്ന അദ്ദേഹം മുൻപ് ടാഗോർ ഹോസ്റ്റലിൽ ദേവഗിരിയിൽ വാർഡനായിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് അന്ന് എൻ്റെ അടുത്ത് ഇത് ഇങ്ങനെ ഷെയർ ചെയ്യുന്നത്. അതായത് ഹോസ്റ്റലിലെ ആൺകുട്ടികൾ എൻ്റെ സീനിയേഴ്സും ജൂനിയേഴ്സും ഒക്കെ പോയിട്ട് പരാതിപ്പെട്ടിരുന്നു അത്രേ, ഇങ്ങനെ ആ റൂമിൽ താമസിക്കുന്ന PG സ്റ്റുഡൻറ്റ് അത് പെൺകുട്ടിയാണോ സംശയമുണ്ട്. കാരണം രാത്രികളിൽ ആ മുറിയിൽ നിന്ന് പലതരത്തിലുള്ള ശബ്ദങ്ങൾ കേൾക്കാറുണ്ട്. പിന്നെ അവരുടെ ഇടപെടലും സംസാരവും ഒക്കെ അവരുടെ മൊത്തത്തിൽ അവർ ആണാണെന്ന് തോന്നിക്കുന്നുവെങ്കിലും സാർ ഞങ്ങൾക്ക് സംശയമുണ്ട് അത് പെണ്ണാണോ, പെണ്ണ് വേഷം മാറി വന്നതാണോ എന്നൊക്കെ പരാതിപ്പെട്ടതായിട്ട് ഞാൻ പിൽക്കാലത്ത് അറിഞ്ഞിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് ഒരു പെൺകുട്ടി എന്നതിനപ്പുറത്തേക്ക് ഒരു മാംസരൂപം എന്ന രീതിയിൽ ഞാൻ ഒരുപാട് ദൗർബല്യങ്ങൾ ആ പ്രായത്തിൽ എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു മാനിഫെസ്റ്റേഷൻ എന്നുള്ള രീതിയിൽ, അതിൻ്റെയൊക്കെ ഒരു ഔട്ട്കം എന്നുള്ള രീതിയിൽ ഒന്നിലേക്കും ചെന്ന് പെടരുത് എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിരുന്നൊരു സമയം കൂടിയായിരുന്നു. അപ്പോൾ എനിക്ക് BEd ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ BEd എക്സാം എഴുതി, ഞാൻ പാസ്സായി. പക്ഷേ എൻ്റെ മദർ ഷി വാസ് നോട്ട് വില്ലിങ് ടു സെൻഡ് മീ ടു ടീച്ചിങ് കോഴ്സ് ബിക്കോസ് she was a teacher and her mother, like my grandmother was also a teacher. അപ്പോൾ ഞങ്ങളുടെ ഫാമിലിയിൽ ഇനി ഒരു ടീച്ചർ വേണ്ടാന്നും പറഞ്ഞു. ഷി വാസ് നോട്ട് റെഡി ടു സെൻഡ് മീ ടു ദറ്റ് കോഴ്സ്. എനിക്ക് സത്യത്തിൽ MG യൂണിവേഴ്സിറ്റിയിൽ BEd ചെയ്യണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ എൻ്റെ വിചാരം, എൻ്റെ അവസ്ഥകളൊക്കെ എൻ്റെ പാരൻസിന് അറിയാമല്ലോ. അപ്പോൾ BEd കഴിയുമ്പം എന്നെ ഒരാണിൻ്റെ കൂടെ കല്യാണം കഴിപ്പിക്കും, അല്ലെങ്കിൽ എനിക്ക് ഒരാണിൻ്റെ കൂടെ ജീവിക്കാൻ കഴിയും എന്നൊക്കെ, അങ്ങനെ കുറേ മോഹനമായ സ്വപ്നങ്ങളൊക്കെ കൊണ്ടാണ് ഞാൻ ആ സമയത്ത് ഇരിക്കുന്നത്. അങ്ങനെ MSW കോഴ്സിന് അപ്ലൈ ചെയ്യാൻ ഒരു സാധ്യത വന്നു. ഞാൻ അപ്ലൈ ചെയ്തു, കിട്ടി, കോഴ്സിന് ഞാൻ ജോയിൻ ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രോബ്ലം ഉണ്ടായത്,
ഡബിൾ മെയിൻ ആണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഡബിൾ മെയിൻ റാങ്കോടെ പാസ്സായാലും ഡബിൾ മെയിൻ ചെയ്ത സ്റ്റുഡൻസിന് ബി എഡിന് വരുമ്പോൾ ഹിസ്റ്ററിക്കോ ഇംഗ്ലീഷിനോ അപേക്ഷിക്കാൻ പറ്റില്ല എന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അന്ന് വളരെ വിവാദപരമായിട്ടുള്ളൊരു ഒരു ജഡ്ജ്മെൻറ്റും ലൈക്ക് അവരുടെ ഒരു പോളിസിയൊക്കെ ആ സമയത്ത് വന്നിരുന്നു. പക്ഷേ ലേറ്റർ ഓൺ അതൊക്കെ ശരിയായി. അങ്ങനെ ബി എഡിന് പോകാതെ MSW രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസിൽ ജോയിൻ ചെയ്തു. 4 സെമസ്റ്റർ ആയിരുന്നു തോന്നുന്നു. അത് 2 വർഷം കൊണ്ട് PG കംപ്ലീറ്റ് ചെയ്തു. PG കംപ്ലീറ്റ് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ലാസ്റ്റ് ഡേയിൽ നമുക്ക് ക്യാമ്പസ് സെലക്ഷൻ. ആ സമയത്തൊക്കെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. കാരണം ഈ 12 വർഷം +2 വരെ, അതായത് 1 മുതൽ +2 വരെ മിക്സഡിൽ പഠിച്ചു. അതിൻ്റേതായ കുറേ ഇഷ്യൂസ്, അതായത് എന്നെ മനസ്സിലാക്കാൻ കഴിയാത്ത ഇഷ്യൂസ് കുറേ. പിന്നെ ഈ പറയുന്ന ഹോർമോൺ തെറാപ്പിയൊക്കെ ആയിട്ട് നല്ല റാങ്കോടെ പാസ്സായി, നല്ല മാർക്കോടെ പാസ്സായി, നല്ലൊരു എന്താ പറയുക ഫ്രണ്ട്സ് സർക്കിൾ, അതുപോലെ നല്ല കുറേ ടീച്ചേഴ്സൊക്കെ ഉണ്ടായെങ്കിലും സൈക്കോളജിക്കലി നമുക്ക് പലതരം ഇഷ്യൂസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ദേവഗിരി പോകുന്നത്. അവിടെ ചെന്ന് കുറേ അധികം അഡ്ജസ്റ്റ്മെൻറ്റൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, ഞാൻ ഈ പറഞ്ഞതുപോലെ. അതെല്ലാം കൊണ്ട് രാജഗിരിയിൽ പോകുമ്പോൾ എനിക്ക് രാജഗിരി ഹോസ്റ്റൽ ഒട്ടും സേഫായിട്ട് തോന്നിയില്ല. രാജഗിരി കളമശ്ശേരി ക്യാമ്പസിലാണ് ഞാൻ പഠിച്ചത്. MSW ആണ് ചെയ്തത്. എൻ്റെ സ്പെഷ്യലൈസേഷൻ ഫാമിലി ആൻഡ് ചൈൽഡ് വെൽഫെയർ ആയിരുന്നു. അപ്പോൾ എനിക്ക് ആ ഹോസ്റ്റലിൽ താമസിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഒരു തിഹാർ ജയിലിലേക്കൊക്കെ പോകുന്നൊരു ഫീലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ സാലീസ് ഹോസ്പിറ്റൽ എന്നും പറഞ്ഞ അവിടെ ഒരു ഒഴിഞ്ഞ കെട്ടിടം ഉണ്ടായിരുന്നു അന്ന്. ഇപ്പോൾ അത് രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസസിൻ്റെയും ആർട്സ് കോളേജൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ രാജഗിരിയിൽ. അപ്പോൾ അവരുടെ ഹോസ്റ്റലന്ന് കേൾക്കുന്നു. ഞാൻ പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല. അപ്പോൾ സാലീസിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു താമസിച്ചിരുന്നത്. താഴെ സാലീസിൻ്റെ ഓണർ ഡോക്ടർ ഉണ്ടായിരുന്നു, ഡോക്ടർ തോമസ് ആണെന്ന് തോന്നുന്നു, ഐ ഡോണ്ട് റിമെമ്പർ ഹിസ് നെയിം. അപ്പോൾ ഞാൻ അവിടെയാണ് ആദ്യം ഒരു ബോബൻ എന്ന് പറഞ്ഞൊരു ചേട്ടൻ്റെ വീട്ടിൽ കുറച്ച് കാലം താമസിച്ചു. പക്ഷേ അവിടെ താമസിക്കുമ്പോഴും സമപ്രായക്കാരായിട്ടുള്ള പുരുഷന്മാരോടും ഒക്കെ എനിക്ക് അത് ഇപ്പോൾ ഒരു പക്ഷേ ബോബൻ ചേട്ടൻ കേൾക്കുന്നുണ്ടാവും, കാണുന്നുണ്ടാവും. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാകുന്നുണ്ടാവും ഞാൻ എന്ത് തരം സംഘർഷമാണ് അനുഭവിച്ചിരുന്നതെന്ന്. എനിക്ക് സമപ്രായക്കാരായ പുരുഷന്മാരോടും മുതിർന്ന പുരുഷന്മാരോടൊക്കെ കാമവും പ്രണയവും എനിക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത പലതും ആ സമയത്ത് എനിക്ക് തോന്നുകയാണ്. അപ്പോൾ അവിടെ ഒരു സ്പേസിൽ താമസിച്ചാൽ ഒരു പക്ഷേ ഞാൻ ജീവിച്ച ഒരു സാഹചര്യത്തിൽ നിന്ന് എനിക്ക് വ്യതിചലിച്ച് നടക്കേണ്ടി വരുമോ എന്നുള്ളൊരു തോന്നൽ, എൻ്റെ പഠനം എനിക്ക് പൂർത്തിയാക്കാൻ കഴിയുമോ എന്നുള്ളൊരു ആത്മസംഘർഷമൊക്കെ കാരണമാണ് ഞാൻ ഒറ്റയ്ക്ക് പിന്നീട് പോയി താമസിക്കുന്നത്. അങ്ങനെ അവിടെ സാലീസിൽ താമസിച്ച് ഞാൻ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ അവിടെ താമസിക്കുമ്പോഴും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഓവർകം ചെയ്യാൻ എന്തോ സാധിച്ചു. അപ്പോൾ രാജഗിരിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കൊരു മൾട്ടി ടാസ്കിംഗ് ആണ്. അതായത് ഒരേ സമയം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുക. MSW കോഴ്സ് അങ്ങനെയായിരുന്നു. ഏതായാലും കോഴ്സ് നല്ല രീതിയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ പറഞ്ഞ പോലെ ക്ലാസ്സിലൊരു ഹെൽത്തി റിലേഷൻഷിപ്സ് ഒന്നും പലരായിട്ട് ഉണ്ടാക്കാൻ സാധിച്ചില്ല. എങ്കിലും പിൽക്കാലത്ത്, അതായത് പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ പോസ്റ്റ് പീരീഡിൽ ഇപ്പോൾ നമുക്ക് പലരുമായിട്ടും നല്ല സൈക്കോളജിക്കൽ റിലേഷൻഷിപ്സൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും കണ്ടിന്യൂ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. ആ കോഴ്സ് കഴിഞ്ഞില്ല, അപ്പോഴേക്കും ക്യാമ്പസ് സെലക്ഷനായി. എനിക്ക് കപ്പാട്ടിൽ ജോലി കിട്ടി. ഈ ജോലിക്ക് വന്നപ്പോൾ ഉള്ള പ്രശ്നം പലയിടങ്ങളിലും കപ്പാട്ട് വാസ് എൻ ഏജൻസി ആക്ച്വലി വിച്ച് വാസ് അണ്ടർ ദ റൂറൽ ഡെവലപ്മെൻറ്റ് മിനിസ്ട്രി. അതായത് റൂറൽ ഡെവലപ്മെൻറ്റ് മിനിസ്ട്രിയുടെ ഫണ്ട് ഗ്രാമീണ വികസന മന്ത്രാലയത്തിൻ്റെ ഫണ്ട് കൊടുക്കാൻ, NGOസിന് ഫണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏജൻസി ആയിരുന്നു ആക്ച്വലി ഈ കപ്പാട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഏജൻസിയുമായിട്ട് പലതരം ഇഷ്യൂസും ഉണ്ടായിരുന്നതുകൊണ്ടും അന്നത്തെ എക്സിസ്റ്റിംഗ് ഗവൺമെൻറ്റുമായിട്ടും പല പ്രോബ്ലംസും സ്റ്റേറ്റിനുണ്ടായിരുന്നതുകൊണ്ടും ഞങ്ങൾ പല YPസിനും, യങ് പ്രൊഫഷണൽസ് എന്നാണ് ഞങ്ങളെ പറയുക, ഞങ്ങൾ കുറച്ച് പേർക്ക് ഈ ചെന്ന സ്ഥലങ്ങളിലൊക്കെ സാലറി കിട്ടാത്ത രീതിയിൽ അങ്ങനെ പല ഇഷ്യൂസും ഉണ്ടായി. പക്ഷേ എന്നെ സംബന്ധിച്ച് ഐ വാസ് പോസ്റ്റഡ് ഇൻ കാലിക്കറ്റ് ഫസ്റ്റ്. AWHലായിരുന്നു ആദ്യം എൻ്റെ പോസ്റ്റിംഗ് വന്നത്. അതിനുശേഷം ധാർവാഡിൽ പോയി അവിടെ വർക്ക് ചെയ്തു. പിന്നെ കുറച്ച് കാലം ട്രിവാൻഡ്രത്ത് വന്നു. അവിടെ ഇപ്പോൾ അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. പണ്ട് അതിൻ്റെ പേര് വികലാംഗ ക്ഷേമ കോർപ്പറേഷൻ എന്നായിരുന്നു. ഇപ്പോൾ അതിൻ്റെ പേര് മാറ്റി. വികലാംഗ എന്നുള്ള പദം ഇപ്പോൾ ഉപയോഗിക്കുന്നില്ലല്ലോ, മറ്റെന്തോ പേരാണ് ഇപ്പം അതിൻ്റെ. അതായത് പൂജപ്പുരയിലായിരുന്നു ആ ഓഫീസ്. അവിടെ വർക്ക് ചെയ്ത് കുറച്ച് കാലം. അതിനുശേഷം ബാഗൽകോട്ടിൽ പോയി. അപ്പോൾ ഈ സമയത്ത് എനിക്കുണ്ടായൊരു പേഴ്സണൽ ഗുണം എന്ന് പറയുന്നത്, ഞാൻ ഇന്ന് 5 ഭാഷ സംസാരിക്കും. ഈ കന്നഡ ഞാൻ പഠിച്ചത് അവിടെ പോകുമ്പോഴാണ്. കന്നഡ എനിക്ക് കുറച്ചുകൂടിയും എനിക്ക് ആ സ്ഥലം എന്നെ സംബന്ധിച്ച് ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. കാരണം ഞാൻ ചെറുപ്പം മുതൽ P. സുശീലയുടെ ഒരു ഫാനായിരുന്നു.
അപ്പോൾ സുശീലാമ്മയുടെ കുറേ പാട്ടുകളുടെ കളക്ഷൻസ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഈ പല വാക്കുകൾ പഠിക്കാനും പല വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കാനും ഒക്കെ എനിക്ക് സാധിച്ചു. പക്ഷേ അവിടെയും ഈ പറഞ്ഞ പോലെ അവസാന ഘട്ടത്തിൽ നമുക്ക് സാലറി കിട്ടാൻ കുറേ പ്രയാസങ്ങളുണ്ടായി. അവിടുന്ന് ജോലി രാജിവെച്ച് വരേണ്ട ഒരു ഗതികേടുണ്ടായി. കാരണം ഇവർക്ക് ഈ ഓർഗനൈസേഷൻ വാസ് നോട്ട് ഇൻ ഗുഡ് relationship with the Kapat or some government agencies, so they were actually reluctant to pay us the salary. YP എന്ന് പറയുമ്പം ശരിക്കും നമ്മൾ ചെയ്യുന്ന വർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെയൊക്കെ ഉള്ള NGOs നമുക്ക് പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യും. അപ്പോൾ ഈ പ്രോജക്റ്റ് സ്ക്രൂട്ടനൈസ് ചെയ്യുക. ആസ് യങ് പ്രൊഫഷണൽസ്, ഞങ്ങളൊരു കുറച്ച് യങ് പ്രൊഫഷണൽസ് ഉണ്ടായിരുന്നു. വി ആർ സപ്പോസ് ടു റീഡ് ആൻഡ് സ്ക്രൂട്ടനൈസ് ദ സോ കോൾഡ് പ്രോജക്റ്റ്. And if the project is coming under every criteria of the central government or the union ministry, we can suggest this project to the RO. RO means our research officer. അപ്പോൾ റിസർച്ച് ഓഫീസർ ഓക്കെ ഇത് കണ്ടു. ഇനി റിസർച്ച് ഓഫീസറിന് ഫീൽഡിൽ പോയിട്ട് ഞങ്ങളെ കൊണ്ടുപോയിട്ട് ഇവരുടെ എല്ലാ ഡോക്യുമെൻസും, ഇവർ അയച്ച എല്ലാ കോപ്പീസും ഒറിജിനൽസ് ആണോ, ഇവർ പറയുന്ന ഫീൽഡ് ഉണ്ടോ, ഇങ്ങനെ ശരിക്കും ഇങ്ങനെ ഒരു സ്ഥാപനം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അറിയുന്ന സ്ക്രൂട്ടനി, ആ ഒരു ഡയറക്റ്റ് സ്ക്രൂട്ടനി പ്രോസസ്സ് ഇവർക്ക് നടത്തണം. അങ്ങനെയാണ് കർണാടകയുടെ പല ഭാഗങ്ങളിലുമൊക്കെ ധാർവാഡിന് അപ്പുറത്തേക്കുള്ള പല സ്ഥലങ്ങളിലേക്കുമൊക്കെ പോകുന്നതും ഭാഷയുടെ വൈവിധ്യങ്ങളൊക്കെ പഠിക്കുന്നതൊക്കെ. അപ്പോൾ ആ സമയത്ത് എനിക്കൊരു പ്രണയമുണ്ടായിരുന്നു. ഒരു ഡോക്ടറായിരുന്നു അദ്ദേഹം, ഒരു അയ്യങ്കാർ ഫാമിലിയിൽ നിന്നൊരു ഡോക്ടർ എന്നെ പ്രപ്പോസ് ചെയ്യുന്നു. അപ്പോൾ അതൊക്കെ അത്ഭുതമാണ് ഇപ്പോൾ സംസാരിക്കുമ്പോഴും. അദ്ദേഹം ഒരു ഗേ ആയിട്ടുള്ള മനുഷ്യനായിരുന്നു. അങ്ങേർക്ക് എന്നെ കല്യാണം കഴിക്കണം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സിസ്റ്റർ, അന്നത്തെ അവിടെ ഒരു സോഷ്യൽ വർക്കറായിരുന്നു, അവരെന്നെ കാണണമെന്ന് പറയുന്നു. ഞാനിവിടുന്ന് ഒരു ജോലിയുടെ ഇൻ്റർവ്യൂ ഉണ്ടെന്നും പറഞ്ഞ് ഞാനിവിടുന്ന് പോകുന്നു.